എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. ഇന്നത്തെ വീഡിയോയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മിക്ക വീടുകളിലും വാങ്ങിച്ചു വെക്കുന്ന ഒരു ഓയിൽ കൂടിയായ കൊട്ടൻ ചുക്കാദി ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മിക്ക വീടുകളിലും വാങ്ങി വെക്കുന്നത് പലതരം വേദനകൾക്കും ഉളുക്കൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കൊട്ടൻ ചുക്കാദി ഓയിൽ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ പറയാം, ഏതാണ് നമ്മുടെ അസുഖം, അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഓയിൽസ്, മെഡിസിൻസ് ഏതാണ്, ഡോക്ടറെ കണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ തീരുമാനിക്കേണ്ടതാണ്. അത് കൊട്ടൻ ചുക്കാദി ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് നോക്കാം. കൊട്ടൻ ചുക്കാദി വാതവ്യാധി, വേദന, നീര് എന്നിവയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ട് വിധിച്ചിട്ടുള്ളത് ആയുർവേദത്തിൽ. വാതവ്യാധി എന്ന് പറയുന്നത് റുമറ്റോളജിയെ ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നാഡിയായിട്ടും എല്ലുകളായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ന്യൂറോ മസ്കുലാർ പെയിൻ, നെർവ്സിലും മസിൽസിലൊക്കെ ഉണ്ടാകുന്ന ബന്ധപ്പെട്ടിട്ടുള്ള വേദന. സയാറ്റിക്ക എന്ന് വെച്ചാൽ നമ്മൾ നടുവിൽ നിന്ന് കാലിലോട്ടുള്ള വേദനയ്ക്കാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. സ്പോണ്ടൈലോസിസ്, എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം കൊണ്ട് വരുന്ന വേദന, നീര് എന്നിവയ്ക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തരം വേദനയ്ക്കും ഇൻഫ്ലമേഷൻ, വേദനയും അതുപോലെ നീര് വരുന്ന കണ്ടീഷനിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആമവാത കണ്ടീഷനിൽ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യുക. ആമയുടെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ അസുഖത്തിന് കൂട്ടുകയുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ ശേഷമാണ്, നീരൊക്കെ പോയ ശേഷമേ നമ്മൾ ഓയിൽസൊക്കെ അപ്ലൈ ചെയ്ത് ആ വേദനയ്ക്കൊക്കെ യൂസ് ചെയ്യാവൂ. ആർത്രൈറ്റിസ്, പലതരം സന്ധിവേദന, ജോയിൻസിലൊക്കെയുള്ള വേദനയ്ക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉളുക്കിയ വേദനകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വേദന പോകാനും നീര് പോകാനൊക്കെ നമുക്കിത്. നീ ഇഞ്ചുറി, മുട്ടിനൊക്കെ പരിക്ക് കൊണ്ട് ഉണ്ടാവുന്ന, ജോയിൻസിൽ പരിക്ക് കൊണ്ടുണ്ടാവുന്ന നീര് വേദനയ്ക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മുറിവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. മുറിവ് ഉണങ്ങിയ ശേഷമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ മുട്ടിന് വരുന്ന വേദനയാണ്. ലാറ്ററൽ സൈഡിൽ ആണ് ഇതിൻ്റെ വേദന ഉണ്ടാവുക. ആ ടെന്നീസ് എൽബോക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്ന, വേദനയ്ക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, നമ്മുടെ എല്ല് മാറി നിന്നിട്ട്, സോക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുന്ന, അതുകൊണ്ടുണ്ടാകുന്ന വേദന, നീരിനൊക്കെ നമുക്കിത് പുരട്ടി ചൂട് പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൈറൽ ഫീവറൊക്കെ വന്ന ശേഷം ചിലവർക്ക് ബോഡി മൊത്തം പെയിൻ ആയിരിക്കും, അതേപോലെ ജോയിൻസിനൊക്കെ വേദന ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ പൂർണ്ണമായിട്ട് മാറാൻ നമുക്ക് ഇത് കൊട്ടൻ ചുക്കാദി പുരട്ട് ചൂട് പിടിച്ച് കുളിക്കാവുന്നതാണ്. ഇതിന് മെയിനായിട്ടുള്ള ആക്ഷൻ കർമ്മം എന്ന് പറയുന്നത് സ്തംഭവിനാശനാണ്. സ്തംഭവിനാശനം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസ് ഒക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. രാവിലത്തെ സ്റ്റിഫ്നെസ്സിന് ഇത് ആമവാതയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രായമായവർക്കും ഇതേപോലെ മുട്ടിലുണ്ടാവുന്ന ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂമെൻറ്റ്സിലുണ്ടാവുന്ന ബുദ്ധിമുട്ടിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്ന, വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാം. മസിൽസ് കോച്ചിപ്പിടുത്തുകൊണ്ടുണ്ടാവുന്ന വേദന, മസിൽ പെയിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് പീരിയഡിൽ യൂസ് ചെയ്യുന്നത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആയുർവേദ പഞ്ചകർമ്മയിലൊക്കെ ഇത് വളരെ അധികമായി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ധാരയായിട്ട് ഒഴിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, കടിവസ്തി, ബാക്ക് പെയിനൊക്കെ യൂസ് ചെയ്ത്, ജാനുബസ്തി, മുട്ടിനുള്ള പഞ്ചകർമ്മ, ഇത്രയും എഫക്റ്റ് ആയിട്ടുള്ള, ഇത്രയും ഫലപ്രദമായിട്ടുള്ള എണ്ണയിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കൊട്ടം, ചുക്ക്, ഉണങ്ങിയ ഇഞ്ചി, ഡൈ ജിഞ്ചർ, വയമ്പ്, മുരിങ്ങയില, വെളുത്തുള്ളി, കരൊട്ടി, ദേവധൂമ, കടുക്, രാസ്ന, അതുപോലെ തന്നെ പുളിയുടെ ഇലയുടെ ജ്യൂസ്, അതുപോലെ എള്ളെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്, സേഫാണ്. എന്നാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. വേദനയ്ക്കൊക്കെ പുരട്ടാവുന്നതാണ്. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വേദനയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഈ എണ്ണ, കൊട്ടൻ ചുക്കാദി എണ്ണ നമ്മൾ
ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, വേദനയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് നാളത്തെ വീഡിയോയിൽ പറയാം. എല്ലാതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ പറയാം. എന്നാലും ചുരുക്കി ഒന്ന് പറയാം. എണ്ണ ചൂടാക്കേണ്ട വിധം. ചുക്കാതെ ഉപയോഗിക്കുന്ന മുന്നേ നമ്മൾ ആവി പിടിക്കുന്നവർ, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിന് അല്ലെങ്കിൽ വേദനയ്ക്കൊക്കെ ആവി പിടിക്കുന്നവർ നല്ല ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ തേച്ച ശേഷം ആവി പിടിക്കുക. എണ്ണ ചൂടാക്കുമ്പോൾ ഡബിൾ ബോയിലിംഗ് വഴി ചൂടാക്കുക വെച്ചാൽ ചെറിയ പാത്രത്തിലെടുത്ത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെക്കാതെ ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളത്തിൻ്റെ മുകളിൽ പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. ഇനിയിപ്പോൾ വലിയ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ, ഉരുളി പോലത്തേക്ക് ആണെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കാവുന്നതാണ്. നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടോടെ എടുത്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. അല്ലെങ്കിൽ പഞ്ഞിയിലെടുത്ത ശേഷം സഹിക്കാവുന്ന ചൂടിൽ നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ ചൂട് പോകുന്ന വരെ വെക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നാളത്തെ വീഡിയോയിൽ വിശദമായി മസാജ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.